അറിയിക്കണം, ജനങ്ങളെ അറിയണം, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. എല്ലാം അറിയിക്കണല്ലേ? അത് അങ്ങനെ പറ്റൂല, അത് അതിന്റെ മൈനസ് പോയിന്റ് അറിയിക്കന്നെ വേണം. ഈ റീൽസിലൊക്കെ വൈറലായിട്ടുള്ള കോഴിക്കോടുള്ള ചന്ദ്രേട്ടന്റെ ചായക്കടയിലോട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ പോകുന്നത്. അപ്പോൾ വാഹനം പാർക്ക് ചെയ്തിട്ട് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഇടവയിലൂടെ കുറച്ചങ്ങോട്ട് നടന്നു പോകണം കടയിലെത്തണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ 7:45 കടയിലെത്തിയ സമയത്ത് വേറെ കസ്റ്റമർ ഒന്നും അവിടെ വന്നിട്ടില്ല. പിന്നെ അവരങ്ങോട്ട് പറഞ്ഞു ഏകദേശം 1 മണിക്കൂർ കൂടി കഴിയും ഫുഡ് ആവാനെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം സോറ പറഞ്ഞിരുന്നു, അങ്ങനെ 1 മണിക്കൂർ തള്ളി നീക്കിട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ ആളുകളൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ഫുഡ് ആയപ്പോഴേക്ക് കുറേശ്ശെ ആളുകൾ വന്ന് എല്ലാ ടേബിളിലും ആളായി തുടങ്ങിട്ടോ. അങ്ങനെ അവിടെ അപ്പോൾ ആ സമയത്തിൽ ഏകദേശം ഫുഡുകളൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടോ. കപ്പപ്പുയ്ക്ക്, പൊരിച്ച പത്തിരി, പിന്നെ അരിപ്പത്തിരി, അതേപോലെ തന്നെ 4 ഐറ്റം ഫിഷ്, ഇങ്ങനെയെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയമായപ്പോഴേക്ക് ഏകദേശം ആളുകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട് കടയിലേക്ക്. ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭക്ഷണത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അത് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു കേട്ടോ. ഒന്ന് ബില്ല് കൊടുത്തൊന്ന് ഇറങ്ങിക്കോട്ടെ, വാഹനത്തിലെത്തിയിട്ട് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ട് എല്ലാവരും കൂടി ഒന്ന് കേൾക്കും നിങ്ങൾക്ക്. അങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മളിവിടെ ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ വന്നായിട്ട് ഫുഡ് കഴിച്ചു. എന്താണ് നിങ്ങളെ അഭിപ്രായം? എന്താ നമ്മളെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ ഒന്നാമത്തത് ഈ വൈബ്, ഒന്ന് ഈ വൈബ്, 2 ആ ഇടവൈ, അതായത് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് കൂടെ അങ്ങോട്ട് പോകുന്നു. ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ട് നല്ല നല്ല സൂപ്പർ ഫുഡ് കഴിക്കുന്നു. അത് തന്നെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫുഡാണ്. അതായത് ചായ പോരാ, സൂപ്പർ ഫുഡാണ്. ചായ കുറച്ച് മോശമാണ്. ചായനെ കുറിച്ച് മുത്തം തോറിയോ? പൊകാളി. അതായത് ഞങ്ങളെ ഗ്യാങ്ങില് ആർക്കും ചായ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തേ ഇത് ഏത് ഫുഡാണ് അവിടെ വന്നാല് നമ്മളെ പ്രേക്ഷകര് അവിടെ പറയാം ഏത് കഴിക്കാന്നാണ് പറയാം? അതായത് പൊരിച്ച പത്തിരി ഗാദറിങ്. മുത്തം തോറി നമ്മള് കേദർ നല്ല ടേസ്റ്റ് ആണ്. അത് നല്ല റീസണബിൾ പ്രൈസും ആണ്. അതായത് ലോ കോസ്റ്റിൽ കിട്ടുന്ന ഒരു സൂപ്പർ ഡിഷാണ് അത്. അതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കഴിക്കണ ഒന്ന് വില ചോദിച്ച് കഴിച്ചാൽ നന്നായി. അതെ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പേര് മാറ്റിയിട്ട് മീൻ പൊരിച്ചതാണ് അവിടുത്തെ സ്പെഷ്യലി. അതിനനുസരിച്ചുള്ള പേരായ രസം ഉണ്ടാവും. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. കാരണം ചായ വളരെ മോശം. അതെ